ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വോക്സ്. ഒരു ചെറിയ പൊന്മുടി യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ ഈ വന്നേക്കുന്നത്. ഇതും ഒരു 1.5 വർഷം മുന്നേ കണ്ടോ ഞങ്ങൾ പോയതിൻ്റെ വീഡിയോസാണ്. അതിപ്പോഴാണ് ഞാനത് എഡിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഞങ്ങൾ 5 പേരും കൂടെയാണ് കേട്ടോ പോയത്. പെട്ടെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. കാർ എടുത്തു പോവാന്ന് പറഞ്ഞു വിട്ടുപോയി. പോകുന്ന വഴിക്കാണ് അറിഞ്ഞത് പൊന്മുടിയിലേക്കാണ് പോകുന്നത്. ഫ്രണ്ടിൽ നിൽക്കുന്നത് ധീരജ്, അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത് ഹൃത്തിക്ക്, അതിൻ്റെ പിന്നാലെ വരുന്നത് ഞാൻ, അതിൻ്റെ പിന്നാലെ വരുന്നത് ശില്പ, അതിൻ്റെ പിന്നാലെ വരുന്നത് ടെസ്സയാണോ അവളുടെ പേരെന്നായിരുന്നു, ഞാൻ മറന്നു കേട്ടോ. ഒരുപാട് നാളായി, കാരണം ആരായിട്ടും ഇപ്പോൾ കോൺടാക്റ്റ് ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും കൂടെ പോയി. ചെറിയ മഴ സമയത്തായിരുന്നു ഞങ്ങൾ പോയത്. അടിപൊളി വൈബായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കിനും. പിന്നെ ഞങ്ങൾ അവിടെ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഒരുപാട് നടക്കുകയൊക്കെ ചെയ്തു. പിന്നെ അങ്ങ് താഴെ വെള്ളച്ചാട്ടം പോലത്തെ ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട്, അവിടേക്ക് ഞങ്ങൾ ഇറങ്ങി പോയായിരുന്നു. അവിടെ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് ഞാൻ ഈ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റേതായിട്ടുള്ള വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ അതീവ ഗുരുതരമായ എല്ലാം എൻ്റെ കഴിവുകളൊക്കെ ഞാനിങ്ങനെ പുറത്തെടുക്കുകയായിരുന്നു. അവിടെ നിന്നിങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ക്യാമറ പൊങ്ങി വരട്ടെ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ പൊക്കി എടുക്കുമായിരുന്നു ഞാൻ. ഭാഗ്യം അവിടെ നിന്ന് വീഴാത്തത്, കാരണം ഒരു കല്ലിൻ്റെ മണ്ടയ്ക്ക് എറിയുന്നതുകൊണ്ട് ഞാൻ ഈ പ്രഹസനങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ നിന്ന് കൊളയട്ടയുടെ കടിയൊക്കെ കിട്ടി, അവർക്ക് രണ്ടുപേർക്കും കിട്ടിയത് കൊന്നുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇവിടെ നിന്ന് തിരിച്ചു കയറി പോകുന്ന വഴിക്കായിരുന്നു എനിക്ക് കിട്ടിയത്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു കൊളയട്ടയുടെ കടിയൊക്കെ എനിക്ക് കിട്ടുന്നത്. എൻ്റെ ഭയങ്കര പുതുമയുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതിനെ കൊല്ലാൻ സഹായിച്ചത് ധീരജായിരുന്നു. പിന്നെ പെയിനൊന്നും വലുതായിട്ട് ഉണ്ടായിരുന്നില്ല. നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു. പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ചിപ്പോൾ കുറച്ച് പേര് എൻട്രി ഉണ്ട് ഇവിടെ. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രമായിട്ട് അവിടെ കിടന്ന് കുറേ കൂവി വിളിച്ച്, ചെറിയ ചാറ്റൽ മഴയും ഈ മഞ്ഞൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അവിടുത്തെ ഞങ്ങൾ പോയപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അടിപൊളിയായിരുന്നു. പൊന്മുടി ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ മിസ് ചെയ്യുന്നു. മറ്റേത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ബോറടിക്കുമ്പോൾ ഞങ്ങൾ ചുമ്മാ ട്രിപ്പ് അടിക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പം അതിനുള്ള നിവൃത്തിയില്ല ഗൈസ്, ഐ എം ട്രാപ്ഡ്. എന്നാലും കുഴപ്പമില്ല, തിരിച്ച് വന്നിട്ട് ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കണം എന്നുള്ളൊരു ആശംസയെന്നൊക്കെ കയറി വരുന്ന ആശ്വാസം ഞാൻ ഇരിക്കുന്നു. വാക്കുകളൊന്നും കിട്ടുന്നില്ല, ഒരുപാട് നാളായി സംസാരിച്ചിട്ട്. തണുത്ത് മരവിച്ച് നിന്നതുകൊണ്ട് തന്നെ താഴെ പോയി ഓരോ ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പിരിഞ്ഞത്. അപ്പോൾ അടുത്ത വെറുപ്പിക്കലുമായിട്ട് വരുന്നത് വരേക്കും ബൈ.